നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊപ്പം നടുവട്ടത്ത് വാഹനാപകടം. മിനി ലോറിയും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. പാലക്കാട് പുതുപ്പരിയാരത്ത് KFDC ചെയർമാൻ റസാഖ് മൗലവി സഞ്ചരിച്ച വാഹനത്തിൽ ആംബുലൻസ് ഇടിച്ചു കയറി അപകടം. റസാഖ് മൗലവിക്ക് പരിക്ക്. അലനല്ലൂരിൽ കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധവുമായി BJP. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. ജനകീയ വിഷയങ്ങളോട് പഞ്ചായത്ത് മുഖം തിരിക്കുന്നുവെന്നും നേതാക്കൾ. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിയിട്ട് ആഴ്ചകൾ. പമ്പിംഗ് സമയം കൂട്ടണമെന്ന് ആവശ്യം. നടപടിയെടുക്കേണ്ടത് പഞ്ചായത്ത്. ചെർപ്പളശ്ശേരിയിലെ പ്രധാന ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ വരുന്നു. സ്ഥിരം അപകടം നടക്കുന്ന ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലും ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിലുമാണ് ട്രാഫിക് സിഗ്നൽ വരിക. നടപടിക്ക് ബന്ധപ്പെട്ട വകുപ്പുകളെ സമീപിക്കാൻ കൗൺസിൽ തീരുമാനം. കടമ്പടിപ്പുറത്ത് കാരുണ്യ വിപ്ലവം പദ്ധതിയിലൂടെ സമാഹരിച്ച തുക വിതരണം ചെയ്തു. 2,19 ലക്ഷം രൂപയാണ് അർഹരായ രോഗികളെ കണ്ടെത്തി വിതരണം ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. കൊപ്പം നടുവട്ടം പപ്പടപ്പടിയിൽ ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. തണ്ണിമത്തനുമായി പോകുന്ന മിനി ലോറിയും സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. കൊപ്പം വളാഞ്ചേരി പാതയിലെ നടുവട്ടം പപ്പടപ്പടിയിൽ തണ്ണിമത്തനുമായി പോകുന്ന മിനി ലോറിയും സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:30ഓടെയായിരുന്നു സംഭവം. വളാഞ്ചേരി ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ എതിർദിശയിൽ നിന്നും വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാന്റെ വാഹനവും ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടം. KFDC ചെയർമാനും NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ PR റസാഖ് മൗലവി സഞ്ചരിച്ച വാഹനമാണ് പുതുപ്പരിയാരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ റസാഖ് മൗലവിയെ പുതുപ്പരിയാരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച 12 മണിയോടെയാണ് സംഭവം. പാലക്കാട് പുതുപ്പരിയാരത്ത് വെച്ച് ചെയർമാന്റെ വാഹനം തിരിക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന ആംബുലൻസ് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അലനല്ലൂരിൽ പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് മാറ്റാൻ നടപടി സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് BJP ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. BJP മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നല്ലമ്പാനി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുക. അലനല്ലൂർ പൊതു ടോയ്ലറ്റ് സംവിധാനം ഉടൻ പ്രാവർത്തികമാക്കുക. അലനല്ലൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയൊരുക്കുക. ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക. ജൽജീവൻ മിഷൻ പദ്ധതി എല്ലാ വീടുകളിലും എത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മേലാറ്റൂർ റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം BJP മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നല്ലമ്പാനി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എന്താണ് സാധാരണ ജനങ്ങൾക്ക് ആവശ്യം? റോഡ് വേണം, കുടിവെള്ളം വേണം, ലൈറ്റ് വേണം, ആരോഗ്യം വേണം. ഇത് കൃത്യമാക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതി, ആ ഭരണസമിതി കഴിഞ്ഞ 40 കൊല്ലം ഈ പഞ്ചായത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങളുടെ കഴിവുകേട് എന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം കഴിവുകെട്ട ഒരു ഭരണത്തിനെ വീണ്ടും അധികാരത്തിലേറ്റുക എന്നുള്ളത് അതൊരു കഴിവുകെട്ട പരിപാടിയാണ്. ആ പരിപാടി ഇനിയെങ്കിലും അലനല്ലൂർ നിവാസികൾ നിർത്തണം. ഈ ഭരണസമിതിയെ ഇനിയെങ്കിലും ഇറക്കി വിടാനുള്ള ഒരു കാര്യം ഈ അലനല്ലൂർ നിവാസികൾ ചെയ്യണം. വികസനം എന്ന് തൊട്ട് തീണ്ടിയിട്ടില്ല അലനല്ലൂരിൽ. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് VT ജയചന്ദ്രൻ അധ്യക്ഷനായി. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രേം ഹരിദാസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സൗമിനി, ഏരിയ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ, എടത്തനാട്ടുകര ഏരിയ പ്രസിഡന്റ് അനൂപ്, അയ്യപ്പദാസ്, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. ഉയർന്ന പ്രദേശങ്ങളിൽ ശുദ്ധജലം എത്തിയിട്ട് ആഴ്ചകളായി. പമ്പിംഗ് സമയം കൂട്ടാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം.
പമ്പിംഗ് സമയം കൂട്ടാൻ തീരുമാനിക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയാണ്. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ പുതുക്കുടി, അമ്പലംകുന്ന്, കാക്കത്തുരുത്തി, അവണക്കുന്ന്, മുണ്ടക്കാട്, കുളപ്പാടം മേഖലയിലെല്ലാം ശുദ്ധജലക്ഷാമമുണ്ട്. വേനൽ കനത്തതോടെയാണ് പ്രദേശത്തെ ശുദ്ധജലക്ഷാമം രൂക്ഷമായത്. വേനൽ ശക്തമാകുന്നതനുസരിച്ച് പമ്പിംഗ് സമയം വർദ്ധിപ്പിക്കുകയാണ് മുൻവർഷങ്ങളിൽ ചെയ്തിരുന്നത്. 24 മണിക്കൂർ പമ്പിംഗ് നടത്തിയാലേ വേനൽക്കാലത്ത് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തൂ. ശുദ്ധജലക്ഷാമം ഇത്രയേറെ രൂക്ഷമായിട്ടും പമ്പിംഗ് സമയം കൂട്ടാൻ നടപടി ഉണ്ടായിട്ടില്ല. സമയം കൂട്ടാൻ ഭരണസമിതി തീരുമാനിക്കണം. പഞ്ചായത്തിൽ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നടത്തിപ്പ് കുമരമ്പത്തൂർ പഞ്ചായത്തിനാണ്. താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചാണ് ശുദ്ധജല പദ്ധതി നടത്തിക്കൊണ്ടുപോകുന്നത്. 6 മുതൽ 8 വർഷം വരെ ജോലി ചെയ്തിരുന്ന പമ്പ് ഓപ്പറേറ്റർമാരെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഈ മാസം 28-ന് പലരുടെയും കാലാവധി തീരും. ഇവരുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് പുതിയവരെ നിയമിക്കും. ഇതിനായി നേരത്തെ അപേക്ഷ ക്ഷണിച്ചിരുന്നു. നിലവിലുള്ള ജീവനക്കാർ വേണ്ട വിധത്തിൽ ശുദ്ധജലം വിതരണം ചെയ്യുന്നില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഇപ്പോഴത്തെ ശുദ്ധജലക്ഷാമത്തിന് പിന്നിലുണ്ടെന്ന് UDF ആരോപിച്ചു. ശുദ്ധജല വിതരണ പദ്ധതിയിൽ വർഷങ്ങളായി കുറ്റമറ്റ രീതിയിൽ ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കാനായി നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടിക്കരുതെന്നും UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം ജംഗ്ഷനിലും ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിലും ട്രാഫിക് സിഗ്നൽ വരുന്നു. ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നഗരസഭയുടെ ഇടപെടൽ. നഗര നവീകരണം പൂർത്തിയായതോടെ ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവായിരുന്നു. ജംഗ്ഷനിലെ വീതിക്കുറവും രാത്രികാലങ്ങളിൽ പാലക്കാട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ജംഗ്ഷൻ ശ്രദ്ധയിൽപ്പെടാത്തതുമാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെടുത്തി മലബാർ ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു. ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുജനങ്ങളും രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭ ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലും ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിലും ഉൾപ്പെടെ മറ്റ് ആവശ്യമായ ഇടങ്ങളിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ വേണമെന്ന അജണ്ടയിന്മേലാണ് ചൊവ്വാഴ്ച അടിയന്തര കൗൺസിൽ യോഗത്തിൽ ചർച്ച നടന്നത്. തുടർ നടപടികൾക്ക് പൊതുമരാമത്ത് വിഭാഗവുമായും മറ്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായും കൂടിയാലോചനകൾ നടത്താനും തീരുമാനിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കടമ്പഴിപ്പുറത്ത് കാരുണ്യ വിപ്ലവം പദ്ധതിയിലൂടെ സമാഹരിച്ച ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. പെരിങ്ങോട് ക്ലബ് 5 ഓഡിറ്റോറിയത്തിൽ നടന്ന സഹായ വിതരണ പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകുറിശി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റും കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് കോണിക്കഴി മുണ്ടൊള്ളി വീട്ടിൽ മണികണ്ഠന്റെ മകൻ 8 വയസ്സുകാരൻ കാർത്തികേയനും നിരാലംബരായ മറ്റ് രോഗികൾക്കും വേണ്ടിയാണ് കാരുണ്യ വിപ്ലവം എന്ന പേരിൽ ധനസമാഹരണം നടത്തിയത്. ആകെ സമാഹരിച്ച 2,19 ലക്ഷം രൂപയിൽ കാർത്തികേയന്റെ ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കുമുള്ള തുക മാറ്റിവെച്ച് കടമ്പഴിപ്പുറം പഞ്ചായത്തിലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അർഹരായ രോഗികളെയും കണ്ടെത്തിയാണ് തുക നൽകിയത്. ഈ വിജയത്തിന്റെ അന്തിമ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ കാർത്തികേയനാണ്. സംഖ്യ സമാഹരിക്കുന്നതിൽ നാം വിജയിച്ചു. അപ്പൊ ചികിത്സയിലൂടെ കാർത്തികേയൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരുണ്യ വിപ്ലവത്തിന്റെ ഈ വൈകാരികമായ ഊഷ്മളമായ ഈ ഒത്തുചേരലിന്റെ ഭാഗമായി സാധിക്കട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് 298 രോഗികൾക്കാണ് ചികിത്സാ സഹായം നൽകാനായത്. 12ാമത് കാരുണ്യ വിപ്ലവമാണ് ദയ കടമ്പഴിപ്പുറത്ത് നടത്തിയത്. ദയ സ്ഥാപക ചെയർമാൻ EB രമേശ് അധ്യക്ഷനായി. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന, പ്രചോദന പ്രഭാഷകൻ ഗണേഷ് കൈലാസ്, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി, ശങ്കർജി കോങ്ങാട്, ഷൈനി രമേശ്, ചന്ദ്രകുമാരൻ T, അജിത് പ്രസാദ്, ജോജോ പൂമരത്തിങ്കൽ, ശോഭ തെക്കേടത്ത്, മോഹൻദാസ്, KP ഉണ്ണികൃഷ്ണൻ, ബാബു, മണികണ്ഠൻ മുണ്ടൊള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വിശുദ്ധ റമദാൻ മാസവും പരിശുദ്ധ ഖുർആനും മനുഷ്യജീവിതത്തെ ധാർമ്മികതയുടെയും ആത്മീയതയുടെയും ഉന്നത നിലയിലേക്ക് ഉയർത്തുന്ന ദൈവിക അനുഗ്രഹങ്ങളാണെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച റമദാൻ സംഗമം അഭിപ്രായപ്പെട്ടു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാരിസ് ബിൻ സലീം സംഗമം ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച റമദാൻ സംഗമം ശിഫ കൺവെൻഷൻ സെന്ററിലാണ് നടന്നത്. ഖുർആൻ അവതരിച്ച മാസമായ റമദാൻ വിശ്വാസികൾക്ക് ആത്മപരിശുദ്ധിയും ആത്മപരിഷ്കാരവും കൈവരിക്കുന്ന മഹത്തായ അവസരമാണ്. നോമ്പ് ആത്മനിയന്ത്രണവും സഹനശീലവും വളർത്തുന്നതിനോടൊപ്പം ഖുർആൻ പഠനവും അതിൻ്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കലും ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണെന്ന് സംഗമം ചൂണ്ടിക്കാട്ടി. ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന നീതി, കരുണ, സമത്വം, സാഹോദര്യത്വം എന്നീ മൂല്യങ്ങൾ സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് സംഗമം ആഹ്വാനം ചെയ്തു. റമദാൻ മാസത്തെ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും സാമൂഹിക നവോത്ഥാനത്തിനും മാനവിക മൂല്യങ്ങളുടെ പ്രചരണത്തിനും ഉപയോഗപ്പെടുത്തണമെന്നും കുടുംബങ്ങളിലും സമൂഹത്തിലും ഖുർആൻ അധിഷ്ഠിത ജീവിതശൈലി വളർത്തണമെന്നും റമദാൻ സംഗമം അഭ്യർത്ഥിച്ചു.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാരിസ് ബിൻ സലീം ഉദ്ഘാടനം ചെയ്തു. എവിടെയാണോ മാറ്റം വേണ്ടത് ആ മാറ്റങ്ങൾ വരുത്താതെ നമ്മൾ നിരന്തരം കേൾക്കുകയും പ്രഭാഷണങ്ങൾ ആവർത്തിച്ച് കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് അനുഭവപ്പെടുന്ന ഒരു കുറ്റബോധം, ഒരു വിഷമം അതിങ്ങനെ വർദ്ധിച്ചു വരിക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നോമ്പ് അങ്ങനെയല്ല. നോമ്പിന്റെ തുടക്കത്തെ ഒരു ഞായറാഴ്ച നിലയ്ക്ക് ഞാൻ പറയാം, നോമ്പ് ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. അതായത് ഒരു വ്യക്തി മാറുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നോമ്പ് നിർബന്ധമാക്കുന്നത് നോമ്പും ഒരു ആചാരം പോലെ അനുഷ്ഠിച്ച് ഞാൻ 30 നോമ്പ് പൂർത്തിയാക്കി 7 നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു, അത് ഞാൻ നോറ്റുകൂട്ടി, ഈ കണക്ക് വെക്കുക എന്നുള്ളതിലുപരി ലഅല്ലക്കും തത്തഖൂനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഒരു ലക്ഷ്യം അന്ന് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത് എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. അപ്പൊ നമ്മുടെ സൂക്ഷ്മതയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ. പ്രമുഖ പണ്ഡിതൻ മുഹമ്മദ് സാദിഖ് മദീനി മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികൾക്കായി സംഘടിപ്പിച്ച കളിച്ചങ്ങാടം ബാലസമ്മേളനത്തിന് മോസിൻ മദനി അരിപ്ര, അമീൻ മങ്കട എന്നിവർ നേതൃത്വം നൽകി. ആ ഖുർആൻ അനുസരിച്ച് ഓന് ജീവിച്ചിട്ടില്ല എന്ന് പറയും. മനസ്സിലായോ? അപ്പോ മക്കളെ എന്ത് ചെയ്യണം? നല്ല കുട്ടികളുടെ ഖുർആൻ പഠിക്കണം, ആശയം വെച്ച് പഠിക്കണം, അർത്ഥം വെച്ച് പഠിക്കണം. എന്താ അർത്ഥം പഠിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. ഒരു ദിവസം ഒരാഴ്ചയുടെ അർത്ഥം പഠിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാം, നല്ല എളുപ്പത്തിൽ പഠിക്കാം, ഒരു പ്രയാസമില്ല. നമ്മുടെ നബിയുടെ പേരെന്ത്? പേര് മുഹമ്മദ് സല്ലല്ലാഹ് ആമീൻ നബിയ റസൂലുള്ളാഹ്. പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ പേരെന്ത്? ഒ പി ഫദ്ലുള്ള, മോസിൻ അഹമ്മദ്, അസ്ലാം ഷിബു എന്നിവർ സംസാരിച്ചു. സംഗമത്തോടനുബന്ധിച്ച് വിവിധ പ്രസാധകരുടെ പുസ്തകങ്ങൾ, ഖുർആൻ പരിഭാഷകൾ, ഇസ്ലാമിക വിജ്ഞാന ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തിയ ബുക്ക് ഫെയർ എന്നിവ ഒരുക്കിയിരുന്നു. റമദാൻ മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മുതൽ പ്രമുഖ പണ്ഡിതന്മാർ സംഗമത്തിൽ ആദർശം, നിലപാട്, കുടുംബം തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിക്കും. ആദിവാസി കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിന്റെ സ്ഥാപകനായ പ്രൊഫസർ ഡോക്ടർ കുമാരൻകുട്ടിയെ അനുസ്മരിച്ചു. അനുസ്മരണ പരിപാടി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ താലൂക്കിലെ ആദിവാസി ഊരുകളിലെ കുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് പ്രൊഫസർ ഡോക്ടർ കുമാരൻകുട്ടി പെരിന്തൽമണ്ണയിൽ ട്രൈബൽ ഹോസ്റ്റൽ സ്ഥാപിക്കുന്നതിന് തീരുമാനിക്കുന്നത്. അന്ന് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിരുന്ന KR രവി പെരിന്തൽമണ്ണയിലെ ആദിവാസികൾക്കിടയിൽ സേവനം നടത്തുന്ന സമയമായിരുന്നു അത്. അങ്ങാടിപ്പുറം സത്യസായി സേവാ സമിതിയിലെ KR ഗോപകുമാറും KR രവിയും ചേർന്ന് ആദിവാസി കുട്ടികൾക്ക് വേണ്ടി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒലിപ്രം കടവ് സ്വദേശിയാണ് പ്രൊഫസർ ഡോക്ടർ കുമാരൻകുട്ടി. പെരിന്തൽമണ്ണയിലെത്തിയ കുമാരൻകുട്ടി KR രവി, K ഗോപകുമാർ എന്നിവരോടൊപ്പം ചേർന്ന് ആദിവാസി ട്രൈബൽ ഹോസ്റ്റൽ സ്ഥാപിക്കുന്നതിന് അടിത്തറ പാകുകയായിരുന്നു. ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സമഗ്ര വികസനം എന്നതായിരുന്നു കുമാരൻകുട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ 17 വർഷങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണയിൽ ട്രൈബൽ ഹോസ്റ്റൽ രൂപകൽപ്പന ചെയ്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി സായി സ്നേഹതീരം എന്ന പേരിൽ ട്രൈബൽ ഹോസ്പിറ്റൽ കെട്ടിടം യാഥാർത്ഥ്യമാക്കി. കഴിഞ്ഞ ഫെബ്രുവരി 18-ന് കുമാരൻകുട്ടി അന്തരിച്ചു. സായി സ്നേഹതീരത്തിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ഒഴിവാക്കി ഡോക്ടർ പ്രൊഫസർ കുമാരൻകുട്ടി അനുസ്മരണ പരിപാടി വിപുലമായി സംഘടിപ്പിച്ചു. നജീബ് കാന്തപുരം MLA അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് 2 തരം മനുഷ്യരാണുള്ളത്. ഒന്ന് വെട്ടിപ്പിടിക്കുന്ന ആളുകളും ഒന്ന് കൊടുത്തു തീർക്കുന്ന ആളുകളും. കൊടുത്തു തീർക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാവുക, ആനന്ദം ഉണ്ടാവുക. കൊടുക്കാൻ കഴിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നതും നമ്മളുടെ ആന്തരികമായ സുഖം എന്ന് പറയുന്നത്. ശരിക്കും രാമൻകുട്ടി മാഷയുടെ ജീവിതം അങ്ങനെ കൊടുത്തു തീർത്ത ഒരു ജീവിതമായിരുന്നു എന്ന് നമുക്കിവിടെ ഓർമ്മിക്കാൻ കഴിയും. ഞാൻ ഈ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായി രവേട്ടൻ നമ്മളെപ്പോഴും വിളിച്ച് ഈ സ്ഥാപനത്തോട് ചേർത്ത് നിർത്താറുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സായി കേന്ദ്രം എന്ന നമ്മുടെ ഈ സ്ഥാപനത്തെ നിയമസഭാ രേഖയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് എൻ്റെ ഒരു അഭിമാനമായി ഞാൻ ഓർക്കുകയാണ്. കാരണം ഇത് സംസ്ഥാനത്തിന്റെ നിയമസഭയുടെ ഔദ്യോഗിക രേഖയിൽ നമ്മുടെ പെരിന്തൽമണ്ണയിലെ സായി തീരം ഇന്നുണ്ട്. സായി സ്നേഹതീരം പ്രസിഡന്റ് KP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KT വിജയകുമാർ കുമാരൻകുട്ടി അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു.
മുൻ NM മെഹറലി, CV സദാശിവൻ, ഡോക്ടർമാരായ S രാമദാസ്, കൊച്ചു S മണി, K സാലിം, ഷാജി അബ്ദുൽ ഗഫൂർ, P കൃഷ്ണദാസ്, മുൻ നഗരസഭാ കൗൺസിലർ വെള്ളാട്ട് മോഹനൻ, KR രവി, KS ഗോപാലകൃഷ്ണൻ, MP അംബികാദേവി, കൃഷ്ണദാസ് അൽപ്പാറ, AP മീനാക്ഷി, ഡോക്ടർ നിവിൻ ദാസ്, അനൂപ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 1100 കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ വിവിധങ്ങളായ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് 1100 കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തത്. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണയിലെ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കൂടിയിട്ടുള്ള ഈ വ്യാപാര ഏകോപന സമിതി സ്വന്തം കച്ചവട താല്പര്യത്തിനേക്കാൾ അപ്പുറം ഈ നാട്ടിലെ സാധാരണക്കാരെ അവരുടെ കൈപിടിച്ചു എത്തുന്നതിനു വേണ്ടിയുള്ള നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്നത്തെ കണ്ടിട്ടുള്ളത്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CPM ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലന്റ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഖാജ മുഹിയുദ്ദീൻ, യൂസഫ് രാമപുരം, ഷാലിമാർ ഷൗക്കത്ത്, ലിയാഖത്ത് അലി ഖാൻ, PP സൈദലവി, KP ഉമ്മർ, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ, ഗഫൂർ വള്ളൂരാൻ, ജമീല ഇസുദ്ദീൻ, റഷീദ ഡാലിയ, ഇബ്രാഹിം കരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ കിറ്റുകളുടെ എണ്ണം ഇത്തവണ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. വ്യാപാരികളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും വലിയ സഹകരണമാണ് ഉണ്ടായത്. എല്ലാ വർഷവും റംസാൻ മാസത്തിൽ നടത്തുന്ന പല വിജ്ഞാന കിറ്റുകൾ ഏകദേശം 1000-ലധികം വരുന്ന നിർധനരായ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടത്തപ്പെട്ടത്. വ്യാപാര മേഖല ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ നിങ്ങൾക്കറിയാം. അതൊന്നും വകവെക്കാതെ ഈ ദാനധർമ്മത്തിൽ പങ്കാളികളായ, പ്രത്യേകിച്ചും മുമ്പത്തേക്കാളേറെ ഇപ്രാവശ്യവും കിറ്റുകൾ വർദ്ധിപ്പിക്കുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഭാഗമായ സ്പോൺസർ ചെയ്ത ഓരോ വ്യാപാരികളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലെ നിർധരായവരെ കണ്ടെത്തിയിട്ടാണ് ഈ സംഘടന ഈ കിറ്റ് നൽകി വരുന്നത്. സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂത്ത് വിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വനിതാ വിംഗിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവർ മുഖാന്തരമാണ് അതാത് പ്രദേശത്തെ പാവപ്പെട്ടവരെ കണ്ടെത്തി ഈ കിറ്റുകൾ വിതരണം നടത്തി വരുന്നത്. ഇപ്രാവശ്യവും ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കായി അധികം എണ്ണം വർദ്ധിപ്പിക്കാൻ ഏകദേശം 1100ഓളം കിറ്റുകൾ നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിലേക്ക് മർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തകർ കിറ്റുകൾ എത്തിച്ച് വിതരണം പൂർത്തിയാക്കി. വിശ്വപ്രസിദ്ധമായ കോതകുരിശി ശ്രീ ചാത്തൻ സേവാ മഠത്തിൽ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. നൂറുകണക്കിന് ആളുകളാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയത്. പുലർച്ചെ 5-ന് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. രാവിലെ മുണ്ടനാട്ടുകര ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം, മാർഗിരഹിത കൃഷ്ണദാസൻ, ചെറുശ്ശേരി അർജുൻ മാരാർ എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പക എന്നിവ അരങ്ങേറി. ഉച്ചയ്ക്ക് താലപ്പൊലിയും വാദ്യഘോഷങ്ങളുമായി ഗജവീരന്റെ അകമ്പടിയോടെ സ്വാമി രഥത്തിൽ എഴുന്നള്ളിപ്പ് കാഞ്ഞിരക്കുളത്തിൽ നീരാടിച്ച് ചേറമ്പച്ചക്കാവ് വഴി 6:30 തിരിച്ചെത്തി. തുടർന്ന് കോമരനൃത്തം, കളമെഴുത്തുപാട്ട്, പല്ലശ്ശന സുധാകരൻ, മായന്നൂർ രാജു ആൻഡ് പാർട്ടി അവതരിപ്പിച്ച പഞ്ചവാദ്യം എന്നിവ അരങ്ങേറി.
രാത്രി 7-ന് കൃഷ്ണജ ഇവന്റ്സും കൊച്ചിൻ കൈരളിയും ചേർന്ന് അവതരിപ്പിച്ച പ്രശസ്ത പിന്നണി ഗായിക ശ്വേത അശോക്, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദ്, ടോപ്പ് സിംഗർ താരം ദേവനാരായണൻ എന്നിവർ അണിനിരുന്ന സംഗീത മാമാങ്കം മെഗാ മ്യൂസിക് ഷോയും അരങ്ങേറി. ചൊവ്വാഴ്ച പുലർച്ചെ 5-ന് കടുക്കാവ് ശിവക്ഷേത്രത്തിൽ നിന്നുള്ള താലം എഴുന്നള്ളിപ്പ് നടന്നതോടെ ഈ വർഷത്തെ ചടങ്ങുകൾക്ക് സമാപനമായി. മുൻ MLA PV അൻവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓങ്ങല്ലൂർ അണ്ടലാടി സ്വദേശി ജിഷയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 2 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. മുൻ MLA PV അൻവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓങ്ങല്ലൂരിൽ 2 കുടുംബങ്ങൾക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. മഞ്ഞളുങ്ങൽ അണ്ടലാടി സ്വദേശി നിഷയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. PV അൻവർ വീടിന്റെ താക്കോൽ കൈമാറി. നമുക്കറിയാം, എൻ്റെ മാതാവ് മരണപ്പെട്ടിട്ട് ഏകദേശം 15 വർഷമായി. പിതാവ് മരണപ്പെട്ടിട്ട് ഏകദേശം 25 അധികം വർഷമായി. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പഴയകാല കുടുംബ പശ്ചാത്തലം വെച്ചുകൊണ്ട് ഞങ്ങൾ വലിയ കുടുംബം കൂടിയാണ്. എൻ്റെ ഉമ്മ തന്നെ 14 പ്രസവിച്ചിട്ടുണ്ട്. അതിലെ മക്കളും ഞാൻ 11ാമത്താണ്. പിന്നെ എളാപ്പ, മൂത്താപ്പ, അമ്മായിമാർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു സംവിധാനം തന്നെ. ആയിരക്കണക്കിന് ആളുകളുള്ള വലിയ ഫാമിലിയാണ്. ആ നിലക്ക് സമൂഹത്തിൻ്റെ പല വിഷയങ്ങളിലും ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ പണ്ട് കാലം മുതലേ ഇടപെടാറുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പിന്നെ ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും ഒക്കെ മരണശേഷം ഞങ്ങളൊരു കുടുംബ സമിതി എന്ന നിലയ്ക്കൊരു ട്രസ്റ്റ്, ഇതൊന്നൊരു ഔദ്യോഗിക ട്രസ്റ്റായി ഒരു വലിയ അക്കൗണ്ട് തുടങ്ങി അതിൽ പിരിവെടുത്ത് നടത്തുന്ന അങ്ങനത്തെ ഒരു ഏർപ്പാടുമില്ല. ഞങ്ങൾ മക്കളും ബന്ധുക്കളും കുടുംബങ്ങളും ഞങ്ങളുമായി സഹകരിക്കുന്ന നമ്മുടെ കുടുംബ സുഹൃത്തുക്കളൊക്കെ പാടെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വീടിന് പുറമെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ കാരക്കാട് പ്രദേശത്ത് തന്നെ മറ്റൊരു വീടിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. PV അൻവറിന്റെ കുടുംബ ട്രസ്റ്റായ P ഷൗക്കത്ത് അലി മറിയുമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. തൃണമൂൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുന്ദരൻകൊപ്പം, ജില്ലാ ട്രഷറർ റഷീദ് മഞ്ഞളുങ്ങൽ, ജില്ലാ ഭാരവാഹി സിദ്ദിഖ് കാരക്കാട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷമീർ, MP മുരളീധരൻ എന്നിവരും താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തീറ്റ തേടി പട്ടാമ്പിയിലെ പാടശേഖരങ്ങളിലെത്തിയ ചെമ്മരിയാടുകൾ കൗതുക കാഴ്ചയാകുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് ചെമ്മരിയാട്ടിൻകൂട്ടങ്ങൾ പട്ടാമ്പിയിൽ എത്തിയിരിക്കുന്നത്. കാണാം ഈ ആടുജീവിതത്തെക്കുറിച്ചൊരു വാർത്ത. പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ നിന്നുമുള്ളൊരു കാഴ്ചയാണിത്. തമിഴ്നാട്ടിൽ നിന്നും തീറ്റ തേടി വള്ളുവനാടൻ പാടശേഖരങ്ങളിലേക്ക് എത്തിയ ആട്ടിൻകൂട്ടങ്ങളാണ് കൗതുകം പകരുന്ന കാഴ്ചയാവുന്നത്. ചെമ്മരിയാടുകളും ജംനാപ്യാരിയും കോലാടും ഉൾപ്പെടെയുള്ള വിവിധ ഇനം ആടുകൾ ഇക്കൂട്ടത്തിലുണ്ട്. രണ്ടാഴ്ചയോളമായി പെരുമുടിയൂരിലെ പാടശേഖരത്തിലാണ് ഇവരുടെ താവളം. വലകെട്ടിയൊരുക്കിയ കൂട്ടിലാണ് 1000-ഓളം വരുന്ന ആട്ടിൻകൂട്ടങ്ങൾ രാത്രി അന്തിയുറങ്ങുന്നത്. പകൽ വിവിധ പാടശേഖരങ്ങളിൽ തീറ്റ തേടി അലയും.
തമിഴ്നാട് സ്വദേശി നാച്ചിമുത്തുവും സംഘവുമാണ് ഈ ആട്ടിൻകൂട്ടങ്ങളുമായി പട്ടാമ്പിയിലെത്തിയിരിക്കുന്നത്. ഇവർക്കുമുണ്ട് പറയാൻ ആടുജീവിതത്തിന്റെ കഥ. இங்க வந்துட்டு எத்தனை நாளாയി? இங்க வந்துட்டு இன்னைக்கு 7 நாள் ஆச்சு. 7 நாள் ஆச்சு. இங்க எத்தனை ஆடு இருக்கு? 1000 ஆடு. எங்க இருந்து ஏதெல்லாம் மீன் இருக்கு? செம்மறி ஆடு, அதுக்கப்புறம் செம்மறி ஆடு, குறும்பி ஆடு ரெண்டும் இருக்கு. ரெண்டு தரம். எத்தனை 1000 என்ன? 1000. இதெல்லாம் உங்களோட தானே? கோலாடு எங்களுக்கு. கோலாடு. ഇത് ഇതിനു മുമ്പ് എവിടെ എങ്ക ഇരുന്ന് ഇത് ഇപ്പൊ കോയമ്പത്തൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് താൻ വന്നേ? വണ്ടിയിലേറ് നടന്നു വന്നച്ച് അന്ത് അവളത് ദൂരം നടന്നു വണ്ടിയിലും പോട്ടെ കാൽ കയ്യാലും പോയിരുന്നു. അവളത് ദൂരം നടന്നു വന്നച്ച് ഒരു നാளைக்கு 15 കിലോമീറ്റർ വരും. ഒരു നാളെ 15 കിലോമീറ്റർ വന്നിട്ട് എന്റെ ആടുകൾക്ക് തീറ്റ കിടക്കുന്നത് പോകും. ഇനി അടുത്ത ഇത് ഒരാഴ്ചക്ക് അപ്പുറം എങ്ക പോകും? കുളമണ്ണം പോണ 2 മാസത്തിൽ ഒരേ ഇടം. നിങ്ങൾക്ക് ശമ്പളം തന്നെ? ഇത് ശമ്പളക്കാരാണ്. ഇത് മുതലാളി നിങ്ങതാ മുതലാളി? അതെല്ലാം അവരെല്ലാം ரோமம் வெட்டியால பஞ்சாக்கிட்டு இப்போ அடிக்கிறதில்ல. அது ரோமம் வெட்டி ரோமம் வெட்டியாச்சு. கம்பியெல்லாம் உண்டாக்கிட்டு அது இப்போ எடுக்கிறதில்ல. அது இல்லை. இது தோலே எடுக்கிறதில்ல. அது இங்கே கேரளாவிலே ஆடு வந்து இறைச்சிக்கு சாப்பிட்றதா இருக்கு. அங்கே எடுக்குவோம். பாலக்காடு ஒன்று தான் இறைச்சி பூராமல் அழியுது. பாலக்காடு வந்து அழியுது பூரா. பாலக்காட்டில் தான் பூராமல் எடுக்கிறாங்க இந்த ஆடு. பாலக்காடு இந்த ஆடு தான் எடுக்கிறாங்க இறைச்சி. எங்க ஏரியாவில் இதுதான் ஜாஸ்தி. எங்களுதெல்லாம் ஆடு நிறைய. எங்க ஆடுகளுக்கு ஆடு இருக்கு. இந்த செம்மறி ஆடெல்லாம் சாதா ജമുനാപ്യാരി, മലബാറി அந்த டைப் ஆடெல்லாம் ஒரு 20, 25, 30 ஆடெல்லாம் உள்ள வீடு இங்க இருக்கு. எங்க ஏரியாவில் 1000, 2000, 3000 இருக்கு. அங்கதான் ഇതിനെ ആടുകൾക്ക് കാവലാളായി 5 നായ്ക്കളും കൂട്ടിനുണ്ട്. ആടുകളെ വിറ്റ് ലഭിക്കുന്ന തുക തന്നെയാണ് പ്രധാന വരുമാനം. ചെമ്മരിയാടുകളുടെ തോലെടുക്കുന്നതിൽ ഇപ്പോൾ നിയന്ത്രണമുണ്ടെന്നും ഇവർ പറഞ്ഞു. പാലക്കാടിന്റെ വിവിധ മേടുകൾ തേടിയുള്ള യാത്രക്കിടെയാണ് ആട്ടിൻകൂട്ടം പട്ടാമ്പിയിലും കൗതുക കാഴ്ചയാവുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ PK രാജനെ അനുസ്മരിച്ചു. SFIയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തിയത്. 1979 തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ SFI യൂണിറ്റ് പ്രസിഡന്റായിരിക്കെ കൊല്ലപ്പെട്ട PK രാജന്റെ രക്തസാക്ഷിത്വ ദിനാചരണമാണ് പട്ടാമ്പി കോളേജിൽ SFIയുടെ നേതൃത്വത്തിൽ നടത്തിയത്. SFI ജില്ലാ സെക്രട്ടറി S. വിപിൻ ഉദ്ഘാടനം ചെയ്തു. അസംഘടിതമായി നിന്നിട്ടുള്ള ആയുർവേദ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആയുർവേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായും അസംഘടിതരായി നിൽക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു. ഒരു പ്രൊഫഷണൽ കോളേജ് എന്ന നിലയിൽ ആ പ്രൊഫഷണൽ കോളേജിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ SFIയുടെ പതാകയും പിടിച്ച് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തിയ സഖാവായിരുന്നു സഖാവ് PK രാജൻ. ആ സഖാവ് പിന്നീട് ആ ക്യാമ്പസിന്റെ യൂണിറ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. യൂണിറ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏറ്റവും കരുത്തോടു കൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഇതേപോലെ തന്നെ KSU, MSF, ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ SFI വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഏരിയ പ്രസിഡന്റ് P. മുഹമ്മദ് ഷിയാസ് അധ്യക്ഷനായി. രക്തസാക്ഷി PK രാജന്റെ സഹോദരൻ ഡോക്ടർ ഹരിദാസൻ, SFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഷാദുലി, VS അനുജ, CPIM ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, SFI ഏരിയ സെക്രട്ടറി K. ജീവ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ O. ജിജീഷ്, VT സുജിത്, വിവേക് K. കുമാർ, A. അശ്വതി, SFI പട്ടാമ്പി കോളേജ് യൂണിറ്റ് സെക്രട്ടറി ഗൗതം കൃഷ്ണ എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ടുകാവ് ഭരണി മഹോത്സവം സമാപന ആറാട്ടിനോടനുബന്ധിച്ച് നടന്ന അരിയേറ് കൊള്ളാൻ തട്ടകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അരിയേറ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊപ്പം നടുവട്ടത്ത് വാഹനാപകടം. മിനി ലോറിയും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. പാലക്കാട് പുതുപ്പരിയാരത്ത് KFDC ചെയർമാൻ റസാഖ് മൗലവി സഞ്ചരിച്ച വാഹനത്തിൽ ആംബുലൻസ് ഇടിച്ചു കയറി അപകടം. റസാഖ് മൗലവിക്ക് പരിക്ക്. അലനല്ലൂരിൽ കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധവുമായി BJP. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. ജനകീയ വിഷയങ്ങളോട് പഞ്ചായത്ത് മുഖം തിരിക്കുന്നുവെന്നും നേതാക്കൾ. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിയിട്ട് ആഴ്ചകൾ. പമ്പിംഗ് സമയം കൂട്ടണമെന്ന് ആവശ്യം. നടപടിയെടുക്കേണ്ടത് പഞ്ചായത്ത്. ചെർപ്പളശ്ശേരിയിലെ പ്രധാന ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ വരുന്നു. സ്ഥിരം അപകടം നടക്കുന്ന ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലും ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിലുമാണ് ട്രാഫിക് സിഗ്നൽ വരിക. നടപടിക്ക് ബന്ധപ്പെട്ട വകുപ്പുകളെ സമീപിക്കാൻ കൗൺസിൽ തീരുമാനം. കടമ്പടിപ്പുറത്ത് കാരുണ്യ വിപ്ലവം പദ്ധതിയിലൂടെ സമാഹരിച്ച തുക വിതരണം ചെയ്തു. 2,19,00,000 രൂപയാണ് അർഹരായ രോഗികളെ കണ്ടെത്തി വിതരണം ചെയ്തത്.